ലോകമെമ്പാടുമുള്ള മലയാളി ഫുട്ബോൾ പ്രേക്ഷകരെ കോഴിക്കോട് EMS സ്റ്റേഡിയത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എലൈറ്റ് കേരള പ്രീമിയർ ലീഗ് 2024-2025 സീസണിലെ മാച്ച് നമ്പർ 61 ഗോൾഡൻ ത്രെഡ്സ് FC നേരിടുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് FCയെ. കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ അജിസലിൻ്റെ ടച്ചോടുകൂടി ഇന്നത്തെ ഈ മത്സരം ആരംഭിക്കുകയാണ്. മുന്നേറ്റമാണ്. സ്റ്റെവിനെ പോലുള്ള താരങ്ങൾക്ക് ഈ ഒരു സീസണിൽ പുതിയൊരു അവസരം നൽകിയ ക്ലബ്ബും കൂടെയാണ്. ആൻഡ് ഒരു ഫ്രീ കിക്കിനുള്ളൊരു ശ്രമം അവിടെ ഉണ്ട്. മത്സരത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഒരു ഫ്രീ കിക്ക് നേടിയെടുക്കുകയാണ്. പെനാൾട്ടി ഏരിയയ്ക്ക് തൊട്ട് മുന്നിലായി നിന്നുകൊണ്ട് ജേക്കബ് എടുക്കുന്നു ഫ്രീ കിക്ക്. ജേക്കബിൻ്റെ ഫ്രീ കിക്ക്, ബ്യൂട്ടിഫുൾ! ജേക്കബ് അടിക്കുന്നു ആദ്യത്തെ ഗോൾ ഗോൾഡൻ ത്രെഡ്സ് FCക്ക് വേണ്ടി. മത്സരത്തിൻ്റെ 3-ാമത്തെ മിനിറ്റിൽ തന്നെ ഒരു തകർപ്പൻ ഫ്രീ കിക്ക് നേടിക്കൊണ്ട് ജേക്കബ് മുന്നിലെത്തിക്കുന്നു. ബ്യൂട്ടിഫുൾ! അജിസലിലേക്കാണ് പന്തെത്തിച്ച് നൽകിയത്. പെനാൾട്ടി ഏരിയക്കുള്ളിൽ അജിസൽ കേരളത്തിന് വേണ്ടി 7 ഗോൾ നേടിയ താരമാണ്. ഒരു കോർണർ കിക്ക് കൂടി ലഭിക്കുകയാണ് അവിടെ കേരള ബ്ലാസ്റ്റേഴ്സ് FCക്ക് അനുകൂലമായി. ജസീമിൻ്റെ ലോങ് ബോൾ വരികയാണ് നിഷാമിലേക്ക്. നല്ലൊരു അവസരമാണ്. നിഷാം 3 താരങ്ങളാണ് പെനാൾട്ടി ഏരിയക്കുള്ളിൽ. നല്ലൊരു പാസിംഗ് ഓപ്ഷൻ ഉണ്ട്. ആൻഡ് ചെറിയ വ്യത്യാസത്തിലാണ് പന്ത് പുറത്തേക്ക് പോകുന്നത്. ഒരു സുവർണ അവസരമായിരുന്നു അവിടെ ഗോൾ കണ്ടെത്താനായി കേരള ബ്ലാസ്റ്റേഴ്സ് FCക്ക്. നിഷാമിൻ്റെ വീണ്ടും ഷാൽബിൻ അവിടെ നിന്ന് നേരെ ഡിബിനിലേക്ക്. ഡിബിൻ ആൻഡ് അനാസ് അവിടെ സ്ലൈഡിങ് ടാക്കിൾ ചെയ്തുകൊണ്ടാണ് അപകടം ഒഴിവാക്കുന്നത്. ജേഴ്സി നമ്പർ 57 സാഹിൽ. മടങ്ങി വരാം. ജേക്കബിൻ്റെ കോർണർ കിക്കാണ്. കർവിങ് കോർണർ കിക്കായി മാറ്റാനുള്ള ശ്രമം. ഒരു ഫ്ലൈയിങ് ഹെഡർ ആയിരുന്നു. 2ാമത്തെ ഗോൾ നേടാനുള്ള സുവർണ അവസരമാണ് അവിടെ ഗോൾഡൻ ത്രെഡ്സ് FC പാഴാക്കി കളയുന്നത്. 1-ാം പകുതിയുടെ വിസിൽ വന്നിരിക്കുകയാണ്. എതിരില്ലാത്ത ഒരു ഗോളിന് നല്ലൊരു ലോങ് ബോൾ തന്നെയാണത്. വീണ്ടും ഔട്ട്ഫുട്ട് പാസ് കൊടുത്തുകൊണ്ട് വീണ്ടും ഒരു ഷോട്ട് എടുക്കാനുള്ള ശ്രമം. ഒരു കോർണർ കിക്ക് നേടിയെടുക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് FC. മത്സരത്തിൻ്റെ 66-ാമത്തെ മിനിറ്റിൽ അനസിനും റിസീവ് ചെയ്യാൻ സാധിക്കുന്നില്ല. വീണ്ടും ഷാൽബിൻ്റെ ഇതൊരല്പം ടഫായി പോവുകയാണ്. മത്സരം 81-ാമത്തെ മിനിറ്റിലേക്ക് അടുക്കുകയാണ്. ഇപ്പോഴാണ് ആ ഒരു സിറ്റുവേഷൻ വന്നത്. ഓൾറെഡി ഒരു ഗോളിന് ലീഡ് തുടരുകയാണ് ഗോൾഡൻ ത്രെഡ്സ് FC. ഒരു ഗോൾ ഡേഞ്ചറസ് പ്ലേയുടെ പേരിൽ ചുവപ്പ് കാർഡ് കണ്ട് പുറത്താവുകയാണ്. റിസീവ് ചെയ്തുകൊണ്ട് ഗോൾ കീപ്പർ ജസീമിൻ്റെ സൈഡ് ആം ത്രോയും നമ്മൾ കണ്ടു കഴിഞ്ഞു. വീണ്ടും കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ മുന്നേറ്റം. ക്രോസ് വരികയാണ് പെനാൾട്ടി സ്പോട്ടിന് സമീപത്തായി. ആൻഡ് ഒരു ഗോൾ കണ്ടെത്താനുള്ള ശ്രമം. അജിസൽ വീട് കിട്ടിയ അവസരമാണ് അജിസലിന്. നല്ലൊരു ബോളായിരുന്നു ലഭിച്ചത്. ആ നല്ലൊരു ബോൾ നല്ലൊരു ട്രൈ ആക്കി മാറ്റാൻ അജിസലിന് കഴിയുന്നുണ്ട്. സോ താരത്തിൻ്റെ അവിടെ മറ്റൊരു സബ്സ്റ്റിറ്റ്യൂഷന് വേണ്ടി തയ്യാറെടുക്കുകയാണ്. സിദ്ധാർത്ഥിനെ കളിക്കളത്തിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം അവിടെ നടത്തുന്നുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് FC. കൊല്ലം സ്വദേശിയാണ്. നല്ല ഫാസ്റ്റ് മൂവ്മെൻറ്റുള്ള താരം കൂടിയാണ് സിദ്ധാർത്ഥ്. ഒരു ഫ്രീ കിക്ക് ലഭിക്കുന്നുണ്ട് ഇതോടൊപ്പം തന്നെ. അതിൻ്റെ ഒരു മഞ്ഞ കാർഡ് കൂടി ലഭിക്കുന്നുണ്ട്. 2ാമത്തെ മഞ്ഞ കാർഡാണ്. ചുവപ്പ് കാർഡ് തന്നെയാണ്. 2ാമത്തെ മഞ്ഞ കാർഡ് ലഭിച്ചതിനെ തുടർന്നാണ് സ്റ്റെവിൻ്റെ ത്രോയിൻ. ഫൈനൽ വിസിൽ വന്നിരിക്കുന്നു. എതിരില്ലാത്ത ഒരു ഗോളിന് ഗോൾഡൻ ത്രെഡ്സ് FC വിജയിച്ചിരിക്കുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് FCക്കെതിരെ.